പറ്റി? ഒന്നും പറയണ്ട എന്റെ ചേച്ചി. രാഷ്ട്രീയം എന്ന് പറയുന്നതേ ഒരു മുഷിഞ്ഞ പണിയാ. ഒരക്കിടി പറ്റി. ആ പിള്ളേ, എഴുന്നേക്ക്, നമുക്ക് അകത്തോട്ടിരിക്കാം. തന്നെ ഈ വേഷത്തിൽ ആരെങ്കിലും കണ്ടാ എനിക്ക് അതിന്റെ കുറച്ചില്. വാ ആകെ നാറിയിരിക്കുക. ഇരി ഇരി. ചേച്ചി, ദേഹത്തിനൊരു വിറയലും കുളിരൊക്കെ തോന്നുന്നുണ്ട്. ചൂടുള്ളൊരു കാപ്പി കിട്ടിയാൽ. മോളെ പാഞ്ചാലി, പിള്ളച്ചേട്ടനൊരു കാപ്പി. ആ 5-6 ദിവസം ആയല്ലോ പിള്ളേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറച്ചു ദിവസമായിട്ട് ചേട്ടന്റെ കാര്യം തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെ നീട്ടി ആലോചിക്കാൻ എന്ത് പറ്റി? പലതും പറ്റിയിട്ടുണ്ട്. പാഞ്ചാലിക്കുട്ടി, എന്താ? 2 പാക്കിങ് കൊണ്ടുവാ. കൊണ്ടുവരാം. ആ എനിക്ക് എന്തോന്ന് പറ്റിയെന്നാ താൻ പറഞ്ഞേ? അടുത്ത കാലത്തായി ചേട്ടന്റെ പേരും പെരുമയും ഒന്നും ഇടിഞ്ഞിട്ടില്ലേന്ന് എനിക്കൊരു സംശയം. ചേട്ടന് ശത്രുക്കളും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ചേട്ടൻ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റായിട്ട് കാലം കുറയായെന്നും മറ്റിടത്ത് ആൽമരം കിൾക്കാറായില്ലെന്നും മറ്റും പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ആലില പറക്കാൻ ആർക്കാ എത്ര ധൃതി? ഒക്കെ പ്രതിപക്ഷത്തിന്റെ പണിയാണെന്നറിയാം. എന്നാൽ ഇതൊക്കെ കേട്ട് ചിലരൊക്കെ ആടി തുടങ്ങിയിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അച്ഛാ പാക്ക്. പഞ്ചാല കുഞ്ഞെ, എന്റെ കാപ്പിയുടെ കാര്യം. ഉം. ആ. ചേട്ടൻ ഐരാവതക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് എത്ര കാലായി? 12 കൊല്ലം കഴിഞ്ഞു. അതിനെന്താ ഇപ്പൊ ഇത്ര മോശം? ആ 12-ലെ 2 അവിടെ കിടക്കട്ടെ ചേച്ചി. ഉം. ബാക്കി 10 വർഷത്തിന്റെ കാലാവധി കണക്കിലെടുത്തുകൊണ്ട് ചേട്ടനെ ഒന്ന് അനുമോദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദശവത്സര പൂർത്തി ആഘോഷം. കൊള്ളാം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞെന്ന് നാട്ടുകാർക്ക് അറിഞ്ഞൂടെ? നാട്ടുകാർക്ക് അതൊന്നും ഓർമ്മയില്ലെന്നേ. അവർക്ക് അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന ആർക്കെങ്കിലും കസേരയിലിരിക്കാൻ ഒക്കുമോ? ആ ഇപ്പോ നമുക്ക് ദശവത്സരം ആഘോഷിക്കാം. ബാക്കിയുള്ള 2 വർഷം അവിടെ ഇരിക്കട്ടെ. ഒരു 8 കൊല്ലം കഴിഞ്ഞ് ഈ 2ഉം കൂടെ ചേർത്ത് നമുക്ക് മറ്റൊരു ദശവത്സര പൂർത്തി കൂടി ആഘോഷിക്കാം. എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? എങ്കിലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ.